മന്ത്രി എ കെ ശശീന്ദ്രന് സിപിഎമ്മിന്റെ പച്ചക്കൊടി. മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ തുടരട്ടെ എന്ന സിപിഎം സംസ്ഥാന നേതൃത്വം നിലപാട് പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. കേന്ദ്ര നേതൃത്വത്തെയും മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചതായി വിവരമുണ്ട്. അതേസമയം തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ഈ വിവരം അല്ലെങ്കിൽ വളരെ പരസ്യമായി തന്നെ പിന്തുണ സിപിഎം എ കെ ശശീന്ദ്രന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാത്രവുമല്ല പ്രകാശ് കാരാട്ടിനെ ഈ ഒരു വിഷയം സംസ്ഥാന നേതൃത്വം തന്നെ അറിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര നേതൃത്വത്തെ കൂടി ഈ ഒരു വിഷയം അറിയിച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തോമസ് കെ തോമസിന് എന്ത് പ്രതീക്ഷയാണ് വച്ചു പുലർത്തേണ്ടത്? തോമസ് കെ തോമസിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും സിപിഎം നേതൃത്വം, സംസ്ഥാന നേതൃത്വവും തീരുമാനമെടുത്തിരിക്കുകയാണ്. തോമസ് കെ തോമസ് മന്ത്രിയാകേണ്ടതില്ല, ശശീന്ദ്രൻ തന്നെ മന്ത്രിയായി തുടർന്നാൽ മതി എന്നൊരു തീരുമാനം സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വവും എടുത്തു കഴിഞ്ഞു. മാത്രമല്ല, മുഖ്യമന്ത്രിയും നേരത്തെ തന്നെ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി താൻ നിൽക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. കാരണം ഈ തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ടാകുമെന്ന് തന്നെയായിരുന്നു അതിന്റെ വാക്കുകൾ കൂടെ തന്നെ മനസ്സിലാക്കിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തീരുമാനമെടുത്തത്. ഡൽഹിയിലെ സിപിഎമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രകാശ് കാരാട്ടിനെ ഈ വിവരം ഇപ്പോൾ അറിയിക്കുകയും അദ്ദേഹം ഈ എൻ സി പിയുടെ ദേശീയ നേതൃത്വത്തെ ഇത് ധരിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യം എൻ സി പിയുടെ ദേശീയ നേതൃത്വത്തെയും അറിയിക്കും. കാരണം ഈ സർക്കാരിന്റേതും അതുപോലെ തന്നെ സിപിഎമ്മിന്റെ തീരുമാനം ഇത് മതിയെന്ന്. കാരണം ഈ തോമസ് കെ തോമസിന് വെല്ലുവിളിയായി നിന്നത് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുകയും അതുപോലെ തന്നെ അഴിമതി ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. അതായത് എംഎൽഎമാരെ ചാക്കിട്ട് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് 50 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഒരു ആരോപണമായി നേരത്തെ നിന്നിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ പ്രവേശത്തിന് എതിരായി നിന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഒരു പൂർണ്ണ പിന്തുണ ശശീന്ദ്രന് ഒപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെയും പലതവണ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി മന്ത്രിയെ എൻ സി പിക്ക് മന്ത്രിയെ വേണ്ടെങ്കിൽ, അതായത് ശശീന്ദ്രൻ രാജിവെക്കുകയാണെങ്കിൽ മന്ത്രിസഭയിൽ എൻ സി പിയുടെ പ്രാതിനിധ്യം ഉണ്ടാകില്ല എന്നും അറിയിക്കുകയും ചെയ്തു. അതായത് ശശീന്ദ്രന് പകരം ഒരു മന്ത്രി എന്ന നിലയിൽ മന്ത്രി ഉണ്ടാകുകയുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രശാന്ത്, ഈ ഒരു ഘട്ടത്തിൽ ഒരു പാർട്ടി മാറ്റം ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. എന്തായാലും സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തോമസ് കെ തോമസ് തലസ്ഥാനത്തേക്ക് എത്തും എന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചിരുന്നു. എന്നാൽ അവസരം കിട്ടിയെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, പാർട്ടി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്കും സാഹചര്യം ഉണ്ടെന്നാണ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത്. എന്തായാലും അടുത്ത നീക്കം, തോമസ് കെ തോമസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് ആണ് ഇനിയിപ്പോൾ നമുക്ക് അതായത് അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം തോമസ് കെ തോമസ് ഡൽഹിയിലെത്തി ശരത് പവാറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും അവിടുന്ന് തിരിച്ചെത്തുമ്പോൾ തന്നെ ഈ മന്ത്രിസ്ഥാനം ഉണ്ടാകില്ല എന്നൊരു തീരുമാനത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഇതിൽ ഈ ചർച്ച കാര്യമായി ഗുണം ചെയ്യില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേരത്തെ തന്നെ തിരിച്ചു പോകുന്നത്. ഇന്നലെ തന്നെ തിരിച്ചു വന്നത്. ഇന്നലെ കൂടി ചർച്ച നടത്തിയതിനു ശേഷം മാത്രം ഒരു കൂടിക്കാഴ്ച കൂടി നടത്തിയതിനു ശേഷം മാത്രമേ തിരിച്ചുണ്ടാകൂ എന്നായിരുന്നു ആദ്യം അറിയിച്ചെങ്കിൽ പോലും തുടർന്ന് അത്തരം കൂടിക്കാഴ്ചയ്ക്ക് നിൽക്കാതെ വെളുപ്പിന് 3 മണിയോടുകൂടി അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം, അതായത് സംസ്ഥാന നേതൃത്വം, സിപിഎം സംസ്ഥാന നേതൃത്വവും ശശീന്ദ്രൻ അനുകൂലമായിട്ടൊരു നിലപാട് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ദേവിക. ശരി, ടെലിഫോൺ ലൈനിൽ ചേർന്നത് ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്.